റീസെൻ്റ്ലി പ്രഖ്യാപിച്ച കോർപ്പറേറ്റ് ആക്ഷനുകളുടെ പിൻബലത്തിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 11.3% ഉയർന്ന് 1181 ക്ലോസിംഗ് നൽകി. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.4, ഡിവിഡൻഡ് ഈൽഡ് 0.17%, 52 വീക്ക് ഹൈ 1197, 52 വീക്ക് ലോ 407. എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 20%, ഒരു മാസം കൊണ്ട് 39%, ഒരു വർഷം കൊണ്ട് 162%, 5 വർഷം കൊണ്ട് 1753% റിട്ടേൺ നൽകി. എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കൂടാതെ 1:2 എന്ന റേഷ്യോയിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചു. 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 സ്റ്റോക്കുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പമാണ് കോർപ്പറേറ്റ് ആക്ഷനുകളും അല്ലെങ്കിൽ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിലും ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 68 കോടിയിൽ നിന്ന് 103 കോടിയായി ഉയർന്നു. നെറ്റ് പ്രോഫിറ്റിൽ 52.5% വർധനവുണ്ടായി. റവന്യൂ 31% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. 425 കോടിയിൽ നിന്നും 565 കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത്. എബിറ്റ 93 കോടിയിൽ നിന്നും 135 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചു. രണ്ടാമത്തെ സ്റ്റോക്ക് ഏജിസ് ലോജിസ്റ്റിക് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.5% ഇടിഞ്ഞ് 496 ഏജിസ് ലോജിസ്റ്റിക് ക്ലോസിംഗ് നൽകിയത്. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.88, ഡിവിഡൻഡ് ഈൽഡ് 1.16%. ഏജിസ് എന്ന സ്റ്റോക്ക് 1 രൂപ 25 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് 22 ഏപ്രിൽ. മൂന്നാമത്തെ സ്റ്റോക്ക് ദേവാങ്കിരി ഷുഗർ കമ്പനി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8% ഉയർന്ന് 89 രൂപ 99 പൈസയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം ലിസ്റ്റഡായ ഒരു കമ്പനിയാണ്. 842 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്ക്. കമ്പനി 1:10 എന്ന റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു. സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഷെയറുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. വെള്ളിയാഴ്ച സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ച മറ്റൊരു സ്റ്റോക്ക് കാനറ ബാങ്കാണ്. വെള്ളിയാഴ്ച സ്റ്റോക്ക് 0.76% ഇടിഞ്ഞ് 579 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1:5 എന്ന റേഷ്യോയിലാണ് കാനറ ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കാനറ ബാങ്കിൻ്റെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായിട്ട് സ്പ്ലിറ്റ് ആകും. കാനറ ബാങ്കിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് മെയ് 15. അവസാന സ്റ്റോക്ക് കാമധേനു വെഞ്ചർസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 169 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. കാമധേനു വെഞ്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയും 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.